ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള വെള്ളക്കടല സ്റ്റ്യൂ റെഡിയാക്കാം. സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ തിക്ക് ഗ്രേവിയോട് കൂടി ഇതുപോലെ ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് ഞാനിതിലോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടല എടുത്ത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത്. നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചതും 1 ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചതും 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അല്പം വേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകെല്ലാം എടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കടല ആദ്യം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് പൊട്ടാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കടലയും വെജിറ്റബിൾസും എല്ലാം കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലോട്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തി നന്നായി തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റ്യൂ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കഴിയുന്നതും ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലോട്ട് പട്ട ചെറിയ പീസ് പൊട്ടിച്ച് വെച്ചതും 2 ഏലക്കായും 3 കരയാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം ചെറുതായി ഒന്ന് കളർ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടലയും പൊട്ടാറ്റോയും ക്യാരറ്റും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പച്ചമുളക് നന്നായി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാവും. പെപ്പർ പൗഡറും കൂടി കഴിഞ്ഞാൽ ഫ്ലേവർ ഒന്ന് മാറ്റം വരും. അതുകൊണ്ട് ഇത്രയും മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റ്യൂ കുറച്ചും കൂടെ തിക്നെസ്സോട് കൂടി നല്ല ക്രീമി ടെക്സ്ചറായി കിട്ടാനായിട്ട് ഞാനിതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്ന ഏത് കറിയിലായാലും കുറച്ച് തിക്നെസ്സും നല്ലൊരു ക്രീമി ടെക്സ്ചറും കിട്ടാൻ ഇതുപോലെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കറി ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല തിക്കായി കിട്ടും. ഇതുപോലെ കോൺഫ്ലോറും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എടുക്കുമ്പോഴേക്കും കറിക്ക് നല്ലൊരു ടെക്സ്ചർ ലഭിക്കും. കൂടാതെ നല്ല ടേസ്റ്റും ആയിരിക്കും. കറിയുടെ ഫ്ലേവറൊന്നും ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഈ സമയം അല്പം വേപ്പില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോഴേക്കും കറിയിൽ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നന്നായി തന്നെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സ്റ്റ്യൂ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വെള്ളക്കടല വെച്ച് ഇതുപോലെ ഒരു സ്റ്റ്യൂ റെഡിയാക്കി നോക്കുക.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. താങ്ക്